ഹലോ എവ്രി വൺ. അപ്പോൾ പേർഷ്യൻ മലയാളി എന്ന് പറയുന്ന നമ്മുടെ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഓഫീസ് കഴിഞ്ഞു, ജസ്റ്റ് വന്നു, ഒരു ചായയൊക്കെ കുടിച്ചു, ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം ഞാനിപ്പോൾ 2 വീഡിയോ ചെയ്തു, ഇതെൻ്റെ മൂന്നാമത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ആലോചിച്ചു, ഞാൻ ഇതുവരെയും എൻ്റെ പേര് പോലും പറഞ്ഞില്ല ഒരു വീഡിയോ ചെയ്തിട്ട്, പിന്നെ എന്നെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അപ്പോൾ എൻ്റെ പേര് പ്രവീൺ എന്നാണ്, ഫുൾ നെയിം പ്രവീൺ സുരേന്ദ്രൻ. ഞാൻ തിരുവനന്തപുരംകാരനാണ്, പ്രോപ്പർ തിരുവനന്തപുരം. വളർന്നതും ജനിച്ചതും വളർന്നതും പിന്നെ എല്ലാം തിരുവനന്തപുരം, സ്കൂളിങ് എല്ലാം പഠിച്ചതൊക്കെ തിരുവനന്തപുരത്താണ്. ഇപ്പം ഞാനിപ്പം 9 വർഷമായി ഇവിടെ ദുബായിൽ വന്നപ്പോൾ 2016 വന്നിട്ട് ദുബായിൽ ജോലി. അന്ന് മുതൽ ഇവിടെയാണ് ജോലി എന്ന് വെച്ചാൽ ഞാൻ അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. അക്കൗണ്ടിങ് ആണ് ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ വയസ്സ് കുറച്ചായി കേട്ടോ, ഇപ്പോൾ 40 വയസ്സായി. 40 അപ്പോൾ ഞാൻ 20 വർഷമായി ഇപ്പോൾ അക്കൗണ്ട്സ് ഫീൽഡിലുണ്ട്. ദുബായിൽ ജബലാലി എന്ന് പറയുന്നൊരു സ്ഥലത്താണ് എൻ്റെ ഓഫീസ് ആക്ച്വലി. അപ്പോൾ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിങ് ആണ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ കഴിഞ്ഞ 20 വർഷമായിട്ട് അക്കൗണ്ട്സിലാണ് വർക്ക് ചെയ്യുന്നത്. പഠിച്ചതൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന അവിടെ നിന്ന് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ അക്കൗണ്ടിങ് പഠിച്ച് അങ്ങനെയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ജീവിത മാർഗ്ഗം. ആക്ച്വലി അക്കൗണ്ടിങ് ആണ്, കണക്കുകൾ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. പണ്ട് സിനിമയിൽ പറഞ്ഞ പോലെ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്, കണക്കിലാണെന്ന് പറയുന്ന പോലെ നമ്മുടെ സ്പന്ദനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ കണക്ക് കൊണ്ടാണ് പോകുന്നത്. എൻ്റെ ദുബായിൽ വന്നതിന് ശേഷം ഞാനിപ്പം 3ാമത്തെ കമ്പനിയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഫിനാൻസ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ താമസിക്കുന്നത് ഞാൻ കാണിച്ചല്ലോ ഇന്നലെ, എൻ്റെ വീടിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ കാണിച്ചു. ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ. അപ്പം ഞാനും എൻ്റെ ഭാര്യയും ഞങ്ങൾ 2 പേരുമാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇല്ല, ഞങ്ങളാണ് 2 പേരുമാണ്. പിന്നെ ഫാമിലി എന്ന് പറയാൻ എൻ്റെ പെങ്ങൾ ഇവിടെ ഉണ്ട്, ദുബായിൽ തന്നെയാണ്. അവർ ഷാർജയിലാണ് താമസിക്കുന്നത്. പിന്നെ വൈഫിൻ്റെ തന്നെ കുറച്ച് റിലേറ്റീവ്സ് ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെയാണ് ഞങ്ങൾ ദുബായിൽ വല്ലപ്പോഴൊക്കെ കാണുന്ന ആൾക്കാർ, ബന്ധുക്കളും ഫ്രണ്ട്സും എന്നുള്ള നിലയിൽ കാണുന്ന ആൾ. പറയാം, വൈഫ് ഒരു എൻജിനീയറിംഗ് പഠിച്ച ആളാണ്. ചെന്നൈയിൽ ഒരു കോളേജിൽ നിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ ആൾ പഠിച്ച് എൻജിനീയറിംഗ് കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോം മേക്കറാണ്, എന്നെ നന്നായിട്ട് നോക്കുന്നു. നമ്മൾ 2 പേരുടെയും കൂടെ ഒരു എന്താ പറയുക കൂട്ടുത്തരവാദിത്തമാണ് എൻ്റെ ഭാര്യയുടെ, ഞങ്ങളുടെ ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് ഞങ്ങളുടെ 2 പേരുടെയും ഹാർഡ് വർക്ക് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെന്ന് വെച്ചാൽ ആളുടെ ചെറുപ്പമൊക്കെ സ്കൂളിങ്ങൊക്കെ ആൻഡമാനിലാണ് പഠിച്ചത്. പുള്ളിക്കാരിയുടെ അച്ഛൻ ആളുടെ 8 വയസ്സിൽ മരിച്ചുപോയി. വൈഫിൻ്റെ അമ്മ ഒരു ടീച്ചറായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആൻഡമാനിലായിരുന്നു അവർ എല്ലാവരും, അച്ഛനും അമ്മയൊക്കെ ജോലി ചെയ്തത് അവർക്ക്. അപ്പോൾ അമ്മ അവിടെ ഒരു ടീച്ചറായിട്ട് വർക്ക് ചെയ്തതാണ്. പിന്നെ എൻ്റെ വൈഫിന് ആൻഡമാനിൽ പഠിച്ചുകൊണ്ട് തന്നെ നല്ലതുപോലെ ഹിന്ദിയൊക്കെ സംസാരിക്കും. പലരും കാണുമ്പോൾ ചോദിക്കുന്നത് മലയാളിയാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. കാരണം ലുക്ക് വൈസും ഒരു എന്താ പറയുക, ഒരു പഞ്ചാബി, ഒരു ഹിന്ദി ലുക്കാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ചില കോമഡികൾ സംഭവിക്കാറുണ്ട്. നമ്മൾ ലിഫ്റ്റിലൊക്കെ, എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റ് വീക്കിൽ അത് സംഭവിച്ചായിരുന്നു. നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയിട്ട് കയറുമ്പോൾ നമ്മളെക്കുറിച്ച് ആരെങ്കിലും, ഇപ്പം വേറെ മലയാളികൾ ലിഫ്റ്റിൽ കയറിയാൽ അവരെന്തെങ്കിലും പറയുമല്ലോ. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇപ്പോൾ എൻ്റെ വൈഫ് ഒറ്റയ്ക്കാണ് കയറി, അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞ കഥയാണ്, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് കയറുമ്പോൾ മലയാളിയാണെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കമൻ്റ് അവർ പാസ്സാക്കും. പെട്ടെന്ന് മനസ്സിലാവത്തില്ല അത് മലയാളിയാണെന്ന്, മലയാളം പറയാതെ മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ജോലി അവിടെ ആയിരുന്നു, ആൻഡമാൻ ഐലൻഡ്. അപ്പോൾ അവിടെ സ്കൂളിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഡിഗ്രി, അതായത് ഈ എൻജിനീയറിംഗ് പഠനത്തിന് വേണ്ടിയാണ് ചെന്നൈയിലോട്ട് വന്നത്. പുള്ളിക്കാരി ബേസിക്കലി പത്തനംതിട്ടക്കാരിയാണ്. പിന്നെ വൈഫിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മയാണ്. പിന്നെ ബ്രദറുണ്ട്. പുള്ളിക്കാരൻ ഫാമിലിയായിട്ട് കോയമ്പത്തൂരാണ് വൈഫിൻ്റെ ബ്രദർ. ഒരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്.
പണ്ട് മുതലേ എന്നെ വീട്ടിൽ പ്രവി എന്നാണ് വിളിക്കുന്നത്, പ്രവി. അതുപോലെ തന്നെ എൻ്റെ വൈഫിനെ ലിഡു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ആ പല കാര്യങ്ങളും അമ്മ റുട്ടീൻ എല്ലാത്തിലും ക്രിയേറ്റ് ചെയ്യുമായിരുന്നു പണ്ട് മുതലേ. അതായത് വൈകുന്നേരം എന്താ പറയുക, 6 മണിയാകുമ്പോൾ വിളക്ക് കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉടനെ എന്താ പറയുക, ജസ്റ്റ് ആ സമയത്ത് ചിലപ്പോൾ എനിക്കൊന്ന് വാർത്ത കേൾക്കുമെന്ന് തോന്നുന്നു. ദൂരദർശനായിരുന്നു അന്ന്. അത് ഞങ്ങളുടെ വീട്ടിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയിൽ എൻ്റെ വീട്ടിലെ ടി വി അന്നത്തെ കാലത്തൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച ടി വിയാണ്. അപ്പോൾ ആ സെക്കൻഡ് ഹാൻഡ് വാങ്ങിച്ച ടി വി ഒരു 15-20 മിനിറ്റ് കഴിയുമ്പോൾ അതിങ്ങനെ ഭയങ്കരമായി അതിൻ്റെ മോട്ടറിൽ നിന്ന് ശബ്ദം വരാതെ തുടങ്ങും. അപ്പോൾ നമുക്ക് ടി വി കാണാൻ പറ്റത്തില്ല, സിനിമ വോയിസ് കേൾക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് 2 മിനിറ്റ് 3 മിനിറ്റ് ടി വി ഓഫ് ചെയ്ത് വയ്ക്കും. ടി വി ഓഫ് ചെയ്ത് വയ്ക്കുമ്പം പിന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് അപ്പോൾ പരസ്യം വരുമല്ലോ, പരസ്യം വരുന്ന ഗ്യാപ്പിൽ നമ്മൾ ടി വി ഓഫ് ചെയ്ത് വയ്ക്കും. ടി വി ഓഫ് ചെയ്ത് വെച്ചിട്ട് പരസ്യം നമുക്ക് അറിയാം 1 മിനിറ്റ് ആയിരിക്കും പരസ്യം, അല്ലെങ്കിൽ 2 മിനിറ്റ് ആയിരിക്കും. ആ ഒരു ഇതിൽ പിന്നെ ടി വി ഇടും. അപ്പോൾ വീണ്ടും ഈ സൗണ്ടിൻ്റെ പ്രശ്നം മാറും. അപ്പോൾ അങ്ങനത്തെ ഒരു ടി വി ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം ടി വി കാണാറില്ല അന്നത്തെ കാലത്ത്. ഈ വാർത്ത കഴിഞ്ഞ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാൻ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ പഠിക്കാൻ, ഹോംവർക്ക്, പഠിത്തം അങ്ങനെയൊക്കെ ഇരിക്കും. ഒരു 8:30 ആകുമ്പോൾ ചോറ് കഴിക്കും. പിന്നെ ഞങ്ങൾ ഒരു 8:30 9 മണിയാകുമ്പം മിക്കവാറും ഞാൻ പപ്പ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ പപ്പ വരുമ്പോൾ 8 മണി 8:30 ആവും. അപ്പോൾ അവർ എല്ലാവരും നമ്മൾ 9 മണിയാകുമ്പോൾ ചോറൊക്കെ കഴിച്ച് എല്ലാവരും പിന്നെ കുറച്ച് നേരം ഒരു 10 മണി വരെ എല്ലാവരും ഒരുമിച്ചിരുന്ന് 4 പേരും ഒരുമിച്ചിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ പല കുടുംബങ്ങളിലും പല സ്ഥലങ്ങളിലും നമ്മൾ കാണാത്തൊരു കാര്യം അതാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കണമെങ്കിലും ചിലപ്പോൾ എല്ലാവരും ഒരുമിച്ച് സംസാരിക്കുന്നുണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെറുപ്പത്തിലുള്ള കാര്യങ്ങൾ. ഞാൻ +1 വരെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുതിയൊരു വീട്ടിലോട്ടൊക്കെ മാറിയത്. അതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഉള്ള ജേണി ആയിരുന്നു. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ തിരുവനന്തപുരം, ആദ്യം AMHS എന്ന് പറയുന്ന തിരുമല. എൻ്റെ വീട് തിരുമല ആണ്. തിരുവനന്തപുരം തിരുമല പുന്നയ്ക്കാമുകൾ എന്ന് പറയും. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ +1 +2 ഒരു PMGയിൽ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. അവിടെ നിന്നൊക്കെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവിടുത്തെ കണക്ഷൻസ് ഇപ്പോഴും നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് BCom ചെയ്തു. BCom ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൈവറ്റായിട്ട് ചെയ്തു. മോർണിംഗ് ക്ലാസ്സിന് പോയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പാർട്ട് ടൈം വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അന്നത്തെ കാലത്ത് ചെയ്തു. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ അടുത്ത് ICWക്ക് ജോയിൻ ചെയ്തു. ICW ചെയ്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ വീണ്ടും പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്തു, നമ്മുടെ സൈഡ് വരുമാനത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ജേണിയിൽ കൂടെ തട്ടിയും തടഞ്ഞും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി ഫൈനലി നമ്മൾ ഇവിടെ എത്തി. ദുബായ് എന്ന് പറയുന്ന ഈ വലിയ നഗരത്തിലെത്തി. ഇങ്ങനെ ജോലി ചെയ്യുന്നു, ജീവിച്ചു പോകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി. അപ്പോൾ ഇപ്പോൾ ഡിന്നറിന് സമയമായി. ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു 7 മണി 7:15. പക്ഷേ 7:15 കണ്ടില്ലേ, നല്ല വെട്ടമാണ്. ദുബായിൽ ഈ ഒരു ചൂട് സമയം ഇപ്പം 49 ഡിഗ്രിയാണ് ഇവിടുത്തെ ചൂട്. നോക്കിയാൽ ഇപ്പം ഇവിടെ 7:15 സമയം. 7:15 നേരെ ഇരുട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 7:45 വരെ ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം നേരം വെളുക്കുന്ന എത്ര മണിക്ക്, 5 മണിയാകുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഒരു 10 മണിയുടെ ഒരു എഫക്റ്റാണ്. വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ചൂടുമാണ്. അതുപോലെ തന്നെ ഭയങ്കര വെളിച്ചമാണ്. അപ്പോൾ അത് ആക്ച്വലി നമ്മളിത് സല്യൂട്ട് ചെയ്യേണ്ടത് ഈ ഡെലിവറി ബോയ്സ്, പിന്നെ പുറത്ത് വർക്ക് ചെയ്യുന്ന അവരെയൊക്കെ റെസ്പെക്റ്റ് ചെയ്യണം ഈ ഒരു ചൂടിൽ. കാരണം നമ്മൾ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കൊണ്ട് നിന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ വിയർക്കുവാണ്, ഭയങ്കര ആ ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്ന അവർ സല്യൂട്ടാണ്. ഭയങ്കര അവരെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റും. ഇനി അടുത്തത് എനിക്കിപ്പോൾ ഡിന്നറിൻ്റെ ഒരു പ്ലാനാണ് ചെയ്യാൻ പോകുന്നത്. ഡിന്നറിന് ഇപ്പോൾ കുറേ കാലമായി ബോംബെ ടോസ്റ്റ്. നമ്മൾ പണ്ട് ഈസി ആയിട്ട് നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ എണീറ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ ബോംബെ ടോസ്റ്റ്. അതായത് ബ്രെഡിൽ ജസ്റ്റ് ഇതൊക്കെ മുക്കി, മുട്ടയും പാലൊക്കെ മുക്കി ഈസിലി ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ബോംബെ ടോസ്റ്റ്. ഈ ബോംബെ ടോസ്റ്റ് എന്ന പേര് വന്നാൽ തന്നെ പണ്ട് ഒരുപാട് ആൾക്കാർ പണ്ട് കാലത്ത് ബോംബെയിൽ പോയിട്ടാണ് ഈ ജോലിക്ക്, ഗൾഫിലും മറ്റിടത്തൊക്കെ ജോലിക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് തട്ടുകടകൾ, ചെറിയ ചെറിയ കടകളുണ്ട്. പൈസ അധികം ആൾക്കാരുടെ ഇടയിൽ കാണത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
അന്നത്തെ ചെറിയ പൈസയ്ക്ക് ഈസിലി ബ്രേക്ക്ഫാസ്റ്റ് ആയാലും വൈകുന്നേരം ഡിന്നർ ആയാലും പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ബോംബെ ടോസ്റ്റ്. അങ്ങനെയാണ് ഇത് ഫോം ആയത്, ഈ ഒരു ഫുഡ് ഫോം ആയത്. അതുപോലെ തന്നെ എന്താ പറയുക, വടാപ്പാവ് ഇതൊക്കെ സിമിലർ ഐറ്റംസാണ്. വടാപ്പാവ്, ബോംബെ ടോസ്റ്റ് പെട്ടെന്ന് വളരെ ചീപ്പർ പ്രൈസിൽ കിട്ടുന്നത്. അപ്പം ഞാനിപ്പോൾ ഇന്ന് ഒരുപാട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വൈകുന്നേരത്തെ ഒരു ഡിന്നറായിട്ട് അടുത്ത ഒരു വീഡിയോ, നെക്സ്റ്റ് വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്, ബോംബെ ടോസ്റ്റ്, പഴയ ഓർമ്മകൾക്ക് ചിറക് വിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ വാച്ച് ചെയ്തതിനും എന്നെക്കുറിച്ചുള്ള കുറച്ച് ചെറിയ കാര്യങ്ങൾ കേട്ടതിനും ഒക്കെ ഒരുപാട് നന്ദി. ഇനിയും മുന്നോട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഒരു എൻകറേജ്മെൻറ്റും ആണ് വേണ്ടത്. അപ്പം കൂടുതൽ വീഡിയോസും കൂടുതൽ ഞങ്ങളുടെ വിശേഷങ്ങളും കൂടുതൽ ദുബായ് വിശേഷങ്ങളൊക്കെ കാണാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.